ശ്രദ്ധേയനായ മറ്റൊരു കലാകാരനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചൻ ഹനീഫ സംവിധാനം നിർവഹിച്ച വാത്സല്യം എന്ന മലയാള ചിത്രത്തിൽ കുഞ്ഞമ്മാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അബൂബക്കറിന്റെ മകനും ഇഷ്ടം എന്ന മലയാള ചിത്രത്തിൽ ദിലീപിന്റെ സുഹൃത്തായ ബാബക്കുട്ടൻ എന്ന കഥാപാത്രത്തെ വളരെ സരസമായി ഒരുക്കി തുടർന്ന് നിരവധി ചിത്രങ്ങളിലൂടെ കടന്നുപോയി ഏറ്റവും പുതിയതായി ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത ഓർഡിനറി എന്ന മലയാള ചിത്രത്തിൽ നല്ലൊരു നാടക നടനെ ഒരുക്കിയ കലാകാരൻ, മഴവിൽ മനോരമയിലെ മറിമായം എന്ന പ്രോഗ്രാമിലൂടെ നമ്മെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരൻ, സ്വാഗതം ചെയ്യാം നിയാസ് ബക്കർ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നതിയിൽ നിന്നുകൊണ്ട്, തിരുമുറ്റത്ത് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാമിനുള്ള അവസരമുണ്ടാക്കി തന്ന സർവേശ്വരന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. എന്തായാലും നന്മയുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഗുരുവായൂരിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ എളിയ കലാകാരൻ്റെ വിശ്വാശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. പ്രോഗ്രാമിൻ്റെ ആദ്യ അവസാനം വരെ പരിപൂർണമായ സഹകരണവും പ്രോത്സാഹനവും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഏതായാലും അവതരണത്തിൽ തന്നെ എന്തെങ്കിലും ഒരു വിഷു കഴിഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകർ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ജോഷിയും നമ്മുടെ മണിയുമൊക്കെ ഒന്ന് രണ്ട് താരങ്ങളെ അവതരിപ്പിച്ചു. നിയാസുക്ക, എന്താണ് നമ്മുടെ പ്രേക്ഷകർ കൊടുക്കാൻ പോകുന്നത്? എന്തായാലും ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കൊച്ചു ഐറ്റം കാണിക്കണമെന്ന് മുൻപേ പറഞ്ഞിരുന്നു. ഞാനും അതിന് തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കൊച്ചു കോമഡി ഞാനും അവതരിപ്പിക്കുകയാണ്. എനിക്ക് ഒന്ന് വേഷം മാറാനുള്ള സമയം വേണം. മണി ഷൊർണൂരിന്റെ ഹെൽപ്പ് ഒന്ന് വേണം. ഓക്കെ, ഒരു 5 മിനിറ്റ്. ഓക്കെ, ഏതായാലും നിയാസുക്ക കോമഡിയുടെ ചെറിയൊരു ക്യാപ്സൂൾ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ഇത് ഒരുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സുഹൃത്ത് മണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മണി. പ്രിയമുള്ളവരെ, ഞങ്ങൾ മിമിക്രി കലാകാരന്മാർ എവിടെ ചെന്നാലും എല്ലാവരും പറയും എല്ലാം മറന്നു ചിരിക്കാൻ കുറച്ച് തമാശ വേണം. നമ്മളൊക്കെ തമാശ വേണമെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് തമാശ എന്ന് ഓർക്കാറില്ല. ഒരുത്തന്റെ ജീവിതത്തിൽ പറ്റുന്ന അബദ്ധം, അമളി, വിഷമം, ദുഃഖം, അത് മറ്റൊരുത്തൻ കണ്ട് ചിരിക്കുന്നതാണ് 90% തമാശ. അത്തരത്തിലൊരു തമാശയാണ് നിയാസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് വരെ മയക്ക് പിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്തൊരു വ്യക്തി മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി വേദിയിൽ വന്ന് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന സഭാകമ്പം. ഇത് ഞാൻ നിയാസൊക്കെ ഒരു ക്ലബിന്റെ വാർഷികത്തിന് പോയി. അപ്പൊ ആ ക്ലബിലെ വേണ്ട എല്ലാ മെമ്പർമാർക്കും ഉപദേശവും നിർദ്ദേശവും കൊടുത്തിരുന്നത് ആ നാട്ടിലെ പച്ചയായ ഒരു മനുഷ്യൻ കുമാരേട്ടനാണ്. അപ്പൊ ക്ലബ്ബ് ഭാരവാഹികൾ തീരുമാനിച്ചു ഈ വാർഷികത്തിന് നന്ദി പറയാൻ എന്തുകൊണ്ടും യോഗ്യൻ കുമാരേട്ടനാണ്. ജീവിതത്തിൽ ഇന്ന് വരെ മയക്ക് പിടിച്ച് പ്രസംഗിച്ചിട്ടില്ലാത്ത കുമാരൻ ചേട്ടനോട് പോലും ആലോചിക്കാതെ കുമാരൻ ചേട്ടനെ വേദിയിലേക്ക് വിളിച്ച് നന്ദി പ്രസംഗം നടത്തിച്ചു. ഇവരുടെ വാക്കുകൾക്ക് അതീതൻ അദ്ദേഹം നിന്ന് നന്ദി പ്രസംഗം നടത്തി. വാക്കുകൾ കിട്ടാതെ കണ്ടമിടരെ എന്തൊക്കെയോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മാനസിക വിഷമം മനസ്സിലാക്കാതെ വേദിക്ക് പുറത്തിരുന്നവരെല്ലാം ചിരിച്ചു. പിറകിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളും ചിരിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് വണ്ടിയിൽ പോകുമ്പോൾ ഈ കുമാരൻ ചേട്ടന്റെ പ്രസംഗം നിയാസ് അനുകരിച്ച് കാണിച്ചപ്പോൾ ഞങ്ങൾ വീണ്ടും ചിരിച്ചു. എന്തായാലും ഹാസ്യത്തിന്റെ തുടക്കം എന്നവണ്ണം കുമാരൻ ചേട്ടന്റെ ആ പ്രസംഗം നിയാസിലൂടെ നമുക്കൊന്ന് കേൾക്കാം. റെഡിയല്ലേ? എന്തായാലും ക്ലബിന്റെ ഭാരവാഹിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി വേദിയിൽ കയറി പ്രസംഗിക്കുന്ന കുമാരൻ ചേട്ടനായി നമുക്ക് മുന്നിലേക്ക് ഇതാ നിയാസ് എത്തുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബിന്റെ വാർഷികാഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ അവസാനമായി നന്ദി പ്രകാശിപ്പിക്കുക എന്ന കർത്തവ്യമാണ്. നന്ദി പറയുന്നതിനായി ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശവും നൽകിയ ഞങ്ങളുടെ ഗുരുതുല്യനായ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ കുമാരേട്ടനെ ആദരപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുമാരേട്ടൻ എവിടെ പോയി? ഡാൻസിന്റെ കുട്ടികൾക്ക് വെള്ളം വേണം കൊണ്ടു കൊടുക്കാം. ഡാൻസ് കളി കഴിഞ്ഞിട്ടില്ലേ വെള്ളം കൊടുക്കുക? അത് ഈ പ്രസംഗമൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ കലാപരിപാടി തുടങ്ങി. തുടങ്ങിക്കൂടെ എല്ലാത്തിനും എന്നെ അന്വേഷിക്കണം. എന്തിനാ? എല്ലാം കഴിഞ്ഞു. ഇനി നന്ദി പ്രസംഗം കഴിഞ്ഞാൽ കലാപരിപാടി തുടങ്ങി. പറയടോ, ആൾക്കാർ നന്ദി പറയാൻ അപ്പൊ കുമാരേട്ടനെ വിളിച്ചു. കുമാരേട്ടൻ വേണം നന്ദി പറയാൻ. എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത്? ഞാൻ അവരെ വേദിക്കരി വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത പണിക്ക് കുമാരേട്ടത്തൊക്കെ പഠിച്ചിട്ടാ നമ്മുടെ നാട്ടുകാര് അവരോട് 2 വാക്ക് നന്ദി പറയുന്നതിന് പഠിക്കണം. അറിയില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ അനൗൺസ്മെന്റ് ചെയ്തു പറഞ്ഞു. നന്ദി പറയുന്നതിനായി കുമാരൻ ചേട്ടനെ ക്ഷണിക്കും. അറിയാഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹം. പിന്നെ അതാണ് അതിന്റെ ശരി. അവനെ മയക്കേണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നേരെ വിളിച്ചാൽ ഇതിന്റെ ഒന്നുമില്ല. അത് വേണ്ട. കുമാരേട്ടൻ നന്ദി പറഞ്ഞാൽ നന്ദി പറയാൻ കുമാരേട്ടനെ ക്ഷണിക്കും. ഒന്നാമത് തിരിച്ച് തന്നെ കൈ പിടിച്ചാൽ പൈസ ഉണ്ടായില്ലേ? അങ്ങനെ എവിടെയും പോകില്ല. എന്താ പറയുന്നത്? നന്ദി പറയുന്നേ അറിയില്ല. ആദ്യം എന്താ പറയണ? ക്ലബിനെ കുറിച്ച് പറയാ, ആരാണെന്ന് പറയാ, നന്ദി പറയാ, അങ്ങനെയൊക്കെ ഇതെന്താ ചൂട്? എന്തെങ്ങനെ വേർക്കണം? നമ്മുടെ ശബ്ദം ഉണ്ടത്
നമ്മുടെ നമ്മുടെ ഇത്, നമ്മുടെ ഈ ക്ലബിന്റെ നല്ല കിതപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. നമ്മുടെ ഈ ക്ലബിന്റെ എല്ലാ കൊല്ലവും എല്ലാ വർഷത്തിലും വർഷാവർഷം എല്ലാ കൊല്ലവും നമ്മൾ നടത്തിപ്പോരാറുണ്ടല്ലോ വാർഷികത്തിന്റെ ഈ കൈ എവിടെ കെട്ടുണ്ടെന്ന് അറിയല്ലോ ഉണ്ടാറങ്ങാനായിട്ട് അതിന് പറഞ്ഞു വരുന്നില്ലേ. ഈ കൊല്ലവും നമ്മൾ അതിഗംഭീരമായി ഈ കൊല്ലവും നമ്മൾ നടത്തുകയാണല്ലോ. ഈ വാർഷികത്തിന്റെ എന്ത് മൈക്കിങ്ങനെ കിടന്ന് പറിക്കണത് ഈ കൊല്ലം വാർഷികത്തിന്റെ പറഞ്ഞു വരുന്നില്ല കൊണ്ടുപോകണമെന്നായിട്ട് നമ്മുടെ ഈ ക്ലബിന്റെ മറ്റേ ഭാരവാഹികൾ മറ്റേ സെക്രട്ടറി ആരാ പറയാത്ത അവസ്ഥ എന്തിനധികം പറയുന്നു. ഈ നമ്മുടെ ക്ലബിന്റെ വാർഷികത്തിന് വേണ്ടി സദ്യക്ക് 50 നാളികേരം ഉണ്ണികൃഷ്ണന്റെ അവിടെ തരണ്ടായി. മനസ്സിലായോ? തന്ന കാര്യം തന്നെ ഇല്ലാത്തല്ലോ. അതേപോലെ തന്നെ സദ്യക്ക് വേണ്ടി 10 വരെ നെല്ല് ഭാസ്കരനോട് തന്നു. പറഞ്ഞെന്ന് പറഞ്ഞല്ലേ. അതുപോലെ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ കുട്ടികൾ എല്ലാ വർഷവും വളരെ നല്ല സഹകരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു പിരിവിന് അന്ന് അങ്ങനെയൊക്കെ പിരിവ് തന്ന് സഹായിക്കണത് എനിക്ക് എന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നാട്ടുകാരെ 100 പ്രാവശ്യം പറഞ്ഞെ കൊണ്ട് പറയിക്കണ്ട കൊണ്ടില്ല. ഞാൻ രാജിവെച്ചു. താങ്ക് യു. ഇത്തരത്തിലുള്ള രസകരമായ സംഭവങ്ങൾ കോർത്തിണക്കിയ കോമഡി സ്കിറ്റുകളുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.